ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാനിവിടെ രാവിലെ പൊങ്ങിയതേ ഉള്ളൂ. ഇന്ന് കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള ഡേ ആണ്. രാവിലെ കൊക്കോയ്ക്ക് സ്കൂളിൽ പോകണം. ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ അവനാണെങ്കിൽ അവിടെ ഫുഡൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അവൻ അവിടുത്തെ ഫുഡൊന്നും കഴിക്കാത്ത കാരണം ഞാൻ ഇവിടുന്ന് ലഞ്ച് ഉണ്ടാക്കി കൊടുത്തുവിടും. അപ്പോൾ അതിനുവേണ്ടി സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട് 10:30-ക്ക്. ദേവാണ് അവനെ സ്കൂളിൽ കൊണ്ടുവിടുന്നത്. ഇവിടെ അടുത്താണ്. അത് കഴിഞ്ഞിട്ട് ദേവ് വരും. ദേവിനൊരു മീറ്റിംഗ് ഉണ്ട്. എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷേ ദേവനെ കൊണ്ടുവിടും കേട്ടോ. പിന്നെ നമുക്ക് മൂവിയാണ് പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കേനെ വിളിക്കാൻ പോകണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ കൂടെ പോയി ലഞ്ചെല്ലാം എടുത്ത് വെച്ചു. ഒന്നും കഴിക്കുന്നൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചാൽ അതെങ്ങനെയാണ് കൊത്തി തീറ്റിപ്പിക്കണം. എണീപ്പിക്കാൻ പോകുന്നതേ ഉള്ളൂ. എണീക്കുന്നില്ലേ? What is this, sexy boy? What is this? Good morning. Good morning. Good morning, Shangru. അപ്പം ഇവിടെ 1 മണിക്കൂറായിട്ട് വന്നെന്ന് കെട്ടിപ്പിടുത്തം വഴക്കും എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി പോയിട്ട് ഒന്നും എണീക്കുന്നില്ല. ചക്കരു കമ്മ യു ലേറ്റ്. അപ്പം ഞാൻ പോകാൻ റെഡി ആയിട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇവിടെ ഒരു സണ്ണി വെതർ ആയതുകൊണ്ട് നമ്മൾ ഇച്ചിരി അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റാണ് ഇടുന്നത്. ഇന്ന് എനിക്ക് ഭയങ്കര ലോ എനർജിയാണ് കേട്ടോ. ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ടും കൂടെ ആയിരിക്കും. എന്താണല്ലോ ഇവിടെ അടുത്താണ്. ഒന്ന് പോയി അറ്റൻഡ് ചെയ്തിട്ട് വരാം. ഓക്കെ. ഇതിന് മുന്നേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇൻ്റർവ്യൂവിന് വന്നിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ മെയിൻ ആൾ വന്ന് എന്നെ വിളിച്ചിട്ട് പോകും. ബാക്കി ഞാനെല്ലാം കഴിഞ്ഞിട്ട് പറയാം. ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. എനിക്കൊരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ. കാരണം ഇതൊരു ഫുൾ ടൈം പൊസിഷനാണ്. എനിക്ക് ഫുൾ ടൈം ഇപ്പോൾ വേണ്ടാത്തതുകൊണ്ട് പാർട്ട് ടൈം ഉണ്ടോ എന്ന് ചോദിച്ചു. അവർക്ക് പാർട്ട് ടൈം ഇല്ല ഓപ്പണിങ്. പിന്നെ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞു. ഒരു എക്സ്പീരിയൻസ് വളരെ നല്ല കൂളായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. ഭയങ്കര നല്ലൊരു അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററാണ് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തത്. നല്ലതായിരുന്നു. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഞാൻ എത്ര അങ്ങോട്ട് അവിടെ നിന്നൊക്കെ അങ്ങോട്ട് പറയാൻ ശ്രമിച്ചിട്ട് ആ എനർജി ഇങ്ങോട്ട് വരുന്നില്ലായിരുന്നു കേട്ടോ. രാവിലെ ഇങ്ങനെ ഭയങ്കര ഒരു ലോ എനർജി ആയിരുന്നു. ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെയാണോ ഉറക്കത്തിൻ്റെയാണോ നടത്തില്ല, ഒരു ലോ എനർജി ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ വീഡിയോ ഇട്ടപ്പോൾ ദേവ് പറഞ്ഞു ഭയങ്കര ലോ എനർജിന്ന്. അപ്പം ഞാനതിങ്ങനെ നിങ്ങൾക്ക് റെഡിയേറ്റ് ചെയ്ത് തരുന്നത് നല്ലതല്ലല്ലോ. അപ്പം ഇൻ്റർവ്യൂ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. പുള്ളിക്കാരൻ നല്ല അടിപൊളി ആളായിരുന്നു. അഡ്മിനിസ്ട്രേറ്ററുമായിട്ടായിരുന്നു ഇൻ്റർവ്യൂ. എനിക്ക് എല്ലാം നന്നായിട്ട് നടന്നു. അവർ ഓക്കെയാണ്. പക്ഷേ അവർക്ക് ഓപ്പൺ ആയിട്ടുള്ളത് ഫുൾ ടൈം പൊസിഷനാണ്. എനിക്കിപ്പോൾ ഫുൾ ടൈം വേണ്ട. ഞാനിപ്പോൾ വേറെ ഹോസ്പിറ്റലും പിന്നെ വേറെ അടുത്ത് കൂടെ 2 PRN ആയിട്ടുള്ള ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു പാർട്ട് ടൈം മതി, അല്ലെങ്കിൽ PRN മതി. അതുകൊണ്ട് അവരത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇനി വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എപ്പോഴും ഇൻ്റർവ്യൂസ് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലോ അത്. പിന്നെ ഇങ്ങനെ ഇൻ്റർവ്യൂസിൻ്റെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസൊക്കെ ഇന്നാൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂസിലൊക്കെ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നത്. ഞാനിപ്പോൾ കുറേ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് എക്സ്പേർട്ടായി. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇനി നമ്മൾ ഇപ്പോൾ വീട്ടിൽ വന്ന് ഞാനത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ വെളിയിൽ ഇങ്ങനെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു കടയിൽ കയറിയിട്ട് ഒരു ഷോർട്സൊക്കെ എടുത്തു. പിന്നെ ഇനി നമ്മൾ അടുത്തത് ഉടനെ തന്നെ എമ്പുരാൻ മൂവി കാണാൻ പോവാണ്. അപ്പം നമ്മളിനി മൂവിയുടെ വിശേഷങ്ങളൊക്കെ പോയിട്ട് വന്നിട്ട് പറയാം കേട്ടോ. ഞാൻ നിങ്ങളങ്ങോട്ട് എൻ്റെ കൂടെ പോരട്ടോ. ഈ വീഡിയോ ഞാൻ റിലീസ് ചെയ്യുമ്പോഴേക്കും ഈ വേൾഡിലുള്ള എല്ലാ മലയാളീസും എമ്പുരാൻ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളും ആ ഒരു ടൈമിലൊക്കെ തന്നെയാണ് കേട്ടോ കണ്ടത്. 2 ആഴ്ചയൊക്കെയായി ഇറങ്ങിയിട്ടിപ്പോൾ. ഞങ്ങൾക്ക് പക്ഷേ കുക്കു ബേബി സ്കൂളിലായിരിക്കുന്ന ടൈമിൽ ഉള്ള ഷോ നമുക്ക് അഡ്ജസ്റ്റ് ആയെങ്കിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒത്തു വന്നത് ഇന്നാണ്. അതാണ് നമ്മൾ ഇന്ന് പോകാൻ തീരുമാനിച്ചത്. ഞങ്ങൾ തിയേറ്ററിൻ്റെ അടുത്തെത്തിയപ്പോഴേ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സ്ഥലം, നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ്. അപ്പം അങ്ങോട്ടൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് അത്യാവശ്യമായിട്ട് 2-3 സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. വിഷുവിന് സദ്യ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ച് സാധനം വേണമല്ലോ. പ്രാവശ്യം വിഷുവിന് നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഞാനെല്ലാം ഇങ്ങനത്തെ സംഭവങ്ങളെടുത്തു. മിക്സൊക്കെ എടുത്തു. എൻ്റെ ആൾക്കാരെ കാണിച്ചു നോക്കിയിരിക്കുകയാണ്. എത്തിയിരിക്കുകയാണ്. അത് ഞാൻ പാടാമോ ചോദിക്കാൻ വരുമായിരുന്നു. ഇറങ്ങിയപ്പോൾ പാടിക്കൊണ്ട് നടക്കാം. ഈ തിയേറ്ററിൽ നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് ആവതാർ കാണാൻ വേണ്ടി. കുക്കയെ കുഞ്ഞായിരുന്നപ്പോഴേടാ ഞാൻ ബോറടിച്ചിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നുള്ളായിരുന്നു. ഇപ്പം എങ്ങനെയാണോ എന്തോ. നാട്ടിലെ പോലെ ആളും ബഹളങ്ങളും ഒന്നുമില്ല ഇവിടെ തിയേറ്ററിൽ. ഇവിടെ നമ്മൾ മാത്രമേ കാണുള്ളൂ തിയേറ്ററിൻ്റെ അത് ഫുള്ള്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോപ്കോൺ വാങ്ങി അവിടെ നടക്കുന്നുണ്ട്. പിക്ചർ
കൈസ് നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇവിടെ ഈ തിയേറ്ററിൽ ആരെങ്കിലും വേറെ ഉണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തിയേറ്റർ. പിന്നെ നമ്മൾ ഇതിപ്പോൾ ഇറങ്ങിയിട്ട് കുറേ ദിവസമായി. നമ്മൾ നേരത്തെ വരാഞ്ഞത് കുക്കു ബേബി സ്കൂളിലായിരിക്കുമ്പോഴേ നമുക്ക് കാണാൻ ഒക്കത്തുള്ളൂ. പക്ഷേ അവനെ നമ്മൾ വിളിക്കേണ്ട സമയത്ത് ഇന്ന് ഏർലി ഈ ഷോ ഉണ്ടെങ്കിലല്ലേ നമുക്ക് കാണാൻ ഒക്കത്തുള്ളൂ. പക്ഷേ ഇന്ന് മാത്രമാണ് നമുക്ക് ഇത്ര ഏർലി ആയിട്ടൊരു ഷോ കിട്ടിയത്. ബാക്കി എല്ലാ ദിവസവും ലേറ്റ് ആയിരുന്നു തുടങ്ങുന്നത്. ഇനി നമുക്ക് ഫുൾ തിയേറ്റർ കിട്ടിയിരിക്കുകയാണ്. ഏറ്റവും ബാക്കിലെ മിഡിൽ തന്നെ ഏരിയയിൽ വന്നിരുന്നു. അമേരിക്കയിൽ ഞാൻ കണ്ടേക്കുന്ന ഒരു സംഭവം, നമുക്കിപ്പോഴും നാട്ടിലൊക്കെയാണ് ഏറ്റവും ബാക്കിലിരിക്കണം എന്നല്ലേ, ഇവിടെ ഏറ്റവും ഫ്രണ്ടിലിരിക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അപ്പം ഇനി മൂവി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. മൂവിയെല്ലാം കണ്ട് ഇറങ്ങി ദൈവം അതിൻ്റെ അകത്ത് പറഞ്ഞ ഒരു ഡയലോഗാണ്, മൈ മാൻ കാലറീസ്. മോഹൻലാൽ ഇത് ഒരു കാലറി ബേൺ ചെയ്തില്ല. മോഹൻലാൽ പബ്ലിക് took 20 steps in the entire movie. കാരണം കട്ട് ചെയ്യത്തില്ല, 2 steps എടുത്തിട്ട് സീൻ തീർന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. I liked it. It's just it's definitely a lot of violence and stuff. പക്ഷേ you have to just, if you want to enjoy the theater, അടിപൊളി. എനിവേ പാർട്ട് 3 ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് എമ്പുരാൻ എന്നുള്ള പാട്ടിന്റെ അകത്ത് Can't tell them anything. പാർട്ട് 3 ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. Part 3 ഉണ്ടെന്ന് അറിയാം. സീക്രട്ട് ഒന്നും പറയരുത്. ഓ അത് ശരിയാണ്. ഇപ്പൊ പറഞ്ഞാനെ പൃഥ്വിരാജ് വന്ന് എംപുരാനെ വിളിക്കും. നിന്നെ നീ ഇങ്ങനെയൊക്കെ. അല്ല, ഈ നമ്മുടെ മലയാളീസ് അല്ല ഈ സിനിമ കണ്ടു കഴിഞ്ഞു. നമ്മളായിരിക്കും ഏറ്റവും ലാസ്റ്റ്. അപ്പൊ ഇനി ഓടിപ്പോയി ബുക്സ്റ്ററിനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും കഴിക്കാം. ഓക്കെ, സ്കൂളിൽ വന്നു പിക്ക് ചെയ്യാനായിട്ട്. Good job, Kaden. Did you say bye-bye, bye-bye? Bye. Not to me, your friends. Push. Oh, awesome. Come on, Jagre. It's okay, be gone. Bye. Bye-bye. All right. Wait. Come on. Oh, wait, stop. Cheese. Look, twins. Wait. നമ്മൾ വീട്ടിലെത്തിയിട്ടോ. അപ്പം നമ്മൾ പാൻഡ എക്സ്പ്രസ്സിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. നമ്മൾ ഫുഡിൻ്റെ ഒക്കെ ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ പാൻഡ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ പാൻഡ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ചൈനീസ് ഫുഡ്. പക്ഷേ ഇച്ചിരി നല്ല ഒരു ക്ലീനും അമേരിക്കൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പണ്ട് ഒരു ചൈനീസ് കപ്പിൾ ഇവിടെ വന്നായിരുന്നു അമേരിക്കയിൽ. അവർ ഇങ്ങനെ ഫ്രാഞ്ചൈസസ് തുടങ്ങി. നല്ല ഫേമസ് ആണ്. ഇറ്റ്സ് വെരി ഗുഡ്. നമ്മൾ റെസ്റ്റോറൻറ്റ് പോലെ ഇങ്ങനെ ഒത്തിരി നേരം നോക്കി വന്നിരിക്കണം. നമുക്ക് പോയിട്ട് നമ്മൾ ഓപ്ഷൻസ് പറഞ്ഞ് വാങ്ങിച്ചാൽ മതി. നമ്മൾ വാങ്ങിച്ച എന്തൊക്കെയാണെന്ന് പറയൂ. നമ്മൾ വാങ്ങിച്ച ബെയ്ജിംഗ് ബീഫ് എൻ്റെ ഫേവറേറ്റ്. ഇറ്റ്സ് ലൈക്ക് ഫ്രൈഡ് ബീഫ് വിത്ത് ഒരു സ്വീറ്റ്. ഐ ലവ് ഇറ്റ്. പിന്നെ ഹണി ചിക്കൻ ആൻഡ് ടെറിയാക്കി ചിക്കൻ. പിന്നെ അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് വരും. പിന്നെ റൈസ് വേണമെങ്കിൽ നൂഡിൽസ് വരും. ഓക്കെ, അത്ര മതിയായിരുന്നു എനിക്ക് ദേവിൻ്റെ. ഞാനപ്പം എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം എല്ലാവരെയും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ. നമ്മുടെ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാം. നിങ്ങളുടെ എല്ലാ റിക്വസ്റ്റും ഇങ്ങനെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്യുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.